UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് പ്രഖ്യാപിച്ച് UDFന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ ഓരോ നാടകീയ നീക്കങ്ങളും അത് ഒരു പരിധിവരെ UDFനെയും കോൺഗ്രസിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെയും ഒരു അടി കൊടുക്കുന്ന രീതിയിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു പലതും ഇതുവരെ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ തിരിച്ചടിക്കാൻ കിട്ടിയ ഒരു ഗോളായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഈ നീക്കത്തെ കാണുകയാണ്. അതിനെ ആ തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ആഘോഷിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ കൂടി അവർക്കുണ്ട് താനും. പ്രത്യേകിച്ച് BJPയുടെ മുൻനിര നേതാവായിരുന്ന സന്ദീപ് വാര്യർ, പാലക്കാട് ബന്ധങ്ങളുള്ള വേരുകളുള്ള സന്ദീപ് വാര്യർ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് നിന്നും പാളയത്തിൽ പടയുണ്ടാക്കി പുറത്തു വന്ന് കോൺഗ്രസ് ചേരിയോടൊപ്പം ചേരുമ്പോൾ അത് BJPയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമെന്നും കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് കുറച്ചുകൂടി കരുത്ത് പകരുമെന്നും നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ വോട്ട് ബാങ്ക് മറിക്കാനായില്ലെങ്കിൽ പോലും സന്ദീപ് വാര്യരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുവലയമുണ്ട്. അതോടൊപ്പം തന്നെ C. കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിലുള്ള പോരും പാർട്ടിയിലുള്ള ചേരിയും വിഭാഗീയതയും ഒരു ഭാഗത്തുണ്ട്. അത്തരത്തിലുള്ള അതൃപ്തരുടെ വോട്ട് സന്ദീപ് വാര്യരിലൂടെ കോൺഗ്രസ് പെട്ടിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നുള്ള ഉറച്ച വിശ്വാസവും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത് CPMനും BJPക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിയായി തന്നെയാണ് സന്ദീപ് വാര്യരെ കാണുന്നത്. അങ്ങനെ അടിക്കാനുള്ളൊരു വടിയായി സന്ദീപ് വാര്യരെ കണ്ടുകൊണ്ട് തന്നെയാണ് സന്ദീപിനെ പാർട്ടി ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസമോ വേണ്ടതില്ല എന്ന് നേതൃത്വം ഏകകണ്ഠമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കാകുമ്പോൾ കുറച്ചുകൂടി ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഏതായിരുന്നാലും ആ ഒരു സർപ്രൈസ് മൊമെന്റ് എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത്. 10:57 ആയിരിക്കുകയാണ്. 11 മണിക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം അറിയിച്ചിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ സന്ദീപ് എത്തുമോ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. നിലവിൽ സന്ദീപ് ഇവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ പുറത്ത് തന്നെയുണ്ട്. ഒരു പക്ഷേ ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പിന്നാലെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അതല്ല, സന്ദീപ് നേരത്തെ വന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എവിടെയെങ്കിലും നേതൃത്വത്തോടൊപ്പം ഉണ്ടോ, ഒരു സർപ്രൈസ് എൻട്രി വാർത്താ സമ്മേളന സമയത്ത് സന്ദീപ് നടത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്, ഏറെ നിർണായകമാണ്. അകത്തേക്ക് കയറിക്കോളൂ. അല്പസമയത്തിനകം ഇതാ സമയം 10:58 ആയിരിക്കുന്നു. 11 മണിക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. ആ വാർത്താ സമ്മേളന സമയത്ത് മറ്റൊരു കസേര കൂടി അപ്പുറത്ത് ഒഴിച്ചിടുമോ? ആ കസേരയിൽ സന്ദീപ് വാര്യർ ഉണ്ടാകുമോ? ഇതാ കോൺഗ്രസിലേക്ക് സ്വാഗതം എന്നുള്ള വരിയിലാണോ ആ വാർത്താ സമ്മേളനം തുടങ്ങിയ ഉദ്വേഗ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. അകത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂടുപിടിച്ച ചർച്ചകൾ അവിടെ നടക്കുന്നു. പാലക്കാട്ടെ മുഴുവൻ നേതാക്കളുമുണ്ട്. VD സതീശൻ, K. സുധാകരൻ, ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളുണ്ട്. ദീപാദാസ് മുൻഷിയും മോഹനുമാണ് ഇന്നലെ ചർച്ച നടത്തിയെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണ്. PCC പ്രസിഡന്റ് തങ്കപ്പനുമുണ്ട്.